ഒരു കസേര, അതിലിരുന്നാൽ നിങ്ങളെ തേടിയെത്തുന്നത് മരണമായിരിക്കും. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഈ പറയുന്നത്? ഇതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് ധൈര്യപൂർവ്വം ഈ കസേരയിൽ ഇരുന്നവരാരും തന്നെ ഇന്ന് ഈ ലോകത്ത് ജീവനോടില്ല. 1702 മുതൽ 1970 കാലഘട്ടത്തിനുള്ളിൽ ഈ കസേര എടുത്തത് 60-ലധികം ആളുകളുടെ ജീവനാണ്. ഒരുപാട് ആളുകളുടെ പേടി സ്വപ്നമായ ബസ്ബി ചെയറിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ അറിയാം ശപിക്കപ്പെട്ട ഈ കസേരയെ കുറിച്ച്. വെൽക്കം ടു ദ വീഡിയോ. ബസ്ബി കസേരയ്ക്ക് ആ പേര് കിട്ടാൻ കാരണം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ തോമസ് ബസ്ബി ആണ്. ഇംഗ്ലണ്ടുകാരനായിരുന്ന തോമസ് ബസ്ബി ഒരു കള്ളനും ക്രിമിനൽ ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുന്ന ഒരാളായിരുന്നു. തോമസിന്റെ പ്രധാന തട്ടിപ്പെന്ന് പറയുന്നത് തന്നെ കള്ള നാണയങ്ങൾ ഉണ്ടാക്കുകയാണ്. 1700 കാലഘട്ടങ്ങളിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന കറൻസി കോയിനുകളുടെ വ്യാജ കോപ്പി ഉണ്ടാക്കി ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു ഈ തോമസ് ബസ്ബി. ഇതോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗമെന്നോണം തോമസ് ഇംഗ്ലണ്ടിൽ തന്നെ ഒരു ലോഡ്ജും നടത്തുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും മൂക്കുമുട്ടെ മദ്യപിച്ച് നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്ന തോമസിന്റെ അക്രമാസക്തമായ പെരുമാറ്റത്തിൽ തോമസിന്റെ ഭാര്യ ഉൾപ്പെടെ നാട്ടുകാരെല്ലാവരും അസ്വസ്ഥരായിരുന്ന ഒരു കാലമായിരുന്നു അത്. പക്ഷെ എന്ത് സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വകവെക്കാതെ അഭിമാനത്തോടെ തന്റെ കസേരയുടെ മുകളിലിരുന്ന് തോമസ് നാട്ടുകാരെ നോക്കി പുച്ഛിക്കുമായിരുന്നു. തോമസിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു കസേര. ലോഡ്ജിൽ ആ കസേരയുടെ മുകളിൽ ഇരുന്ന് മദ്യപിക്കുമ്പോൾ ലോകം കീഴടക്കിയ ഒരു ഫീലായിരുന്നു തോമസിന് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി മദ്യപിച്ച് ലക്ക് കെട്ടിരുന്ന തോമസിനെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ അങ്ങോട്ട് ചെല്ലുകയാണ്. എല്ലാ ദിവസവും കള്ളു കുടിച്ചിട്ട് വരുന്ന തോമസ് നിരന്തരം തന്റെ മകളെ ഉപദ്രവിക്കുന്നത് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും ഇനി മുതൽ അവൾ തോമസിന്റെ ഭാര്യയായി കഴിയുന്നതിൽ പോലും തനിക്ക് താല്പര്യമില്ല എന്നുള്ളതും അമ്മായിയച്ഛൻ തോമസിനോട് ദേഷ്യത്തോടു കൂടെ അറിയിച്ചു. ഒന്നും രണ്ടും പറഞ്ഞ് അമ്മായിയച്ഛനും തോമസും തമ്മിൽ ഭയങ്കര വഴക്കായി. ദേഷ്യം കേറി നിന്നിരുന്ന തോമസ് ആ രാത്രി അവിടെ വെച്ച് തന്റെ അമ്മായിയച്ഛനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. കൊലപാതകം കഴിഞ്ഞ ഉടനെ തന്നെ തോമസ് ആ ശരീരം അടുത്തുള്ള കാട്ടിൽ മറവ് ചെയ്തെങ്കിൽ പോലും പിന്നീട് നിയമപാലകർ ആ മൃതദേഹം കണ്ടെടുത്തു. അതിക്രൂരമായ കൊലപാതകം നടത്തിയ തോമസിനെതിരെ കേസെടുക്കുകയും പിന്നീട് അയാളെ തൂക്കിക്കൊല്ലാനും വിധിക്കുകയായിരുന്നു. തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തോമസ് അതിശക്തമായി ലോകത്തോടൊരു കാര്യം പറഞ്ഞു: എന്റെ കസേരയുടെ മുകളിൽ ഇരിക്കുന്നത് ആരായാലും അവരെ തേടി മരണം അതിവേഗം തന്നെ വരും. അങ്ങനെ 1702 തോമസ് ബസ്ബിയെ തൂക്കിക്കൊല്ലുകയായിരുന്നു. അവന്റെ ജീവനറ്റ ശരീരം മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് എന്നോണം കുറച്ചു ദിവസം ആ തൂക്കുമരത്തിൽ തന്നെ തൂക്കിയിടുകയും ചെയ്തു. തോമസ് ബസ്ബിയുടെ ജീവിതം അവിടെ അവസാനിച്ചു. പക്ഷെ അയാളുടെ കസേര ശാപം അവിടെ തുടങ്ങുകയായിരുന്നു. 1702 മുതൽ 1939 കാലഘട്ടത്തിനിടയിൽ ഈ കസേരയിൽ ഇരുന്ന ഒരുപാട് പേർ അകാലത്തിൽ മരണപ്പെട്ടതായി ചരിത്രം പറയുന്നു. ഈ കാലഘട്ടത്തിൽ നടന്ന പല മരണങ്ങളും വായ്മൊഴിയായി പറഞ്ഞു കേട്ടത് കൊണ്ട് തന്നെ ഇത്തരം മരണങ്ങളുടെ പേരിലുള്ള വ്യക്തമായ ഒരു ആധാരമൊന്നുമില്ല. പക്ഷെ എന്നാൽ ചില മരണങ്ങൾക്ക് വ്യക്തമായ ആധാരമുണ്ട്. 1939 കാലഘട്ടം മുതലുള്ള മരണങ്ങൾക്ക് വ്യക്തമായ റെക്കോർഡുകളുണ്ട്. ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് പേടിപ്പിക്കുന്ന കഥകളായി ഇന്നും പറഞ്ഞു പ്രചരിക്കുന്നത്. 1939 എന്ന് പറയുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന സമയം. അന്ന് പല പട്ടാളക്കാരും തോമസിന്റെ ലോഡ്ജിൽ വന്ന് മദ്യപിക്കുകയും അവിടെ താമസിക്കുന്നതും ഒക്കെ പതിവായിരുന്നു. പക്ഷെ മദ്യപിച്ച ലക്ക് കെട്ട് ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ തോമസിന്റെ കസേരയുടെ മുകളിൽ ഇരുന്നാൽ ആ നിമിഷം മുതൽ അവന്റെ ആയുസ്സിന് കൗണ്ട് ഡൗൺ തുടങ്ങും. ആ കസേരയുടെ മുകളിൽ ഇരുന്നതിന് ശേഷം യുദ്ധത്തിന് പോയ പട്ടാളക്കാരും തന്നെ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അത്രേ. ഇങ്ങനെ നിരന്തരമായി ബസ്ബി കസേരയിൽ ഇരിക്കുന്ന ആളുകൾ മരിക്കാൻ തുടങ്ങിയപ്പോൾ ആ കസേരയിൽ ഇരിക്കാൻ ആളുകൾക്ക് പേടിയായി തുടങ്ങി. പക്ഷെ 1970 ഒരു ബിൽഡർ വന്നു. അദ്ദേഹം പറഞ്ഞു ഈ കസേരയെ കുറിച്ച് കേൾക്കുന്നതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് ധൈര്യത്തോടു കൂടി പുള്ളിക്കാരന്റെ കസേരയുടെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. എന്നാൽ അതേ ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ പണിസ്ഥലത്ത് വെച്ച് ഒരു ഉയർന്ന ബിൽഡിങ്ങിന് മുകളിൽ നിന്നും വീണ് ആ ബിൽഡർ മരണമടഞ്ഞു. അതേ വർഷം തന്നെ ഈ ലോഡ്ജിന്റെ ചിമ്മിണി വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ വന്നു. അദ്ദേഹം ഈ കഥയൊന്നും ഓർക്കാതെ ആ കസേരയിൽ കയറി ഇരിക്കുകയായിരുന്നു. എന്നാൽ അന്ന് രാത്രി ഈ ചിമ്മിണി പണിക്കാരനെ അയാളുടെ റൂമിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. 1978 കാലഘട്ടത്തില് ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് അദ്ദേഹം ഈ കഥകളൊക്കെ കേട്ടിട്ട് തോമസിന്റെ ലോഡ്ജിലേക്ക് വന്നു. മദ്യപിച്ച് യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ തനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ഈ കസേരയുടെ മുകളിൽ അദ്ദേഹം കയറിയിരിക്കുകയായിരുന്നു. എന്നാൽ തിരിച്ചു പോകും വഴി അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിൾ ഒരു ആക്സിഡന്റിൽ പെട്ട് അയാളും മരിച്ചുപോയി.
ലോഡ്ജിലേക്ക് ഡെലിവറി നടത്താൻ വേണ്ടി വന്നൊരു വ്യക്തി. അയാൾ ഇതൊന്നും അറിയാതെ ഒന്ന് കാൽ നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് ആ കസേരയിൽ ഇരുന്നതേ ഉള്ളൂ. തിരിച്ചു പോകും വഴി ആ ഡെലിവറി ട്രക്ക് ആക്സിഡന്റിൽ പെടുകയും അതിലുണ്ടായിരുന്ന ആ ഡെലിവറി മനുഷ്യൻ മരിച്ചു പോവുകയും ചെയ്തു. എന്തിന്? ഒരിക്കൽ ലോഡ്ജ് ക്ലീൻ ആക്കാൻ വന്ന പെൺകുട്ടി കാല് തട്ടി വീഴാതിരിക്കാൻ വേണ്ടി ആ കസേരയിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നതേ ഉള്ളൂ. വെറും നിമിഷങ്ങൾ മാത്രം ആ കസേരയിൽ ഇരുന്ന അവളെ തേടിയെത്തിയത് ബ്രെയിൻ ട്യൂമറും അതിലൂടെയുള്ള മരണവുമായിരുന്നു. അങ്ങനെ ഒരുപാട് മരണങ്ങൾക്ക് കാരണമായ തോമസിന്റെ ഈ ലോഡ്ജ് തോമസ് ബസ്ബി സ്റ്റൂപ്പ് എന്ന് ആളുകളുടെ ഇടയിൽ അറിയപ്പെടാൻ തുടങ്ങി. പക്ഷെ ആളെ കൊല്ലിയായിട്ടുള്ള ആ കസേരയ്ക്ക് എന്ത് പറ്റി? ഇന്ന് ആ കസേരയുള്ളത് നോർത്ത് യോർക്ക്ഷയറിലുള്ള തിസ്ക് മ്യൂസിയത്തിലാണ്. മ്യൂസിയത്തിനുള്ളിൽ പോലും ആ കസേര വെച്ചിരിക്കുന്നത് താഴെയല്ല, ആണിയടിച്ച് ഭിത്തിയോട് ചേർത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആ കസേര. ആ കസേര എങ്ങാനും താഴെ വെച്ചാൽ, അറിയാതെ എങ്ങാനും ആളുകൾ അതിന് മുകളിൽ ഇരുന്നാൽ അവരുടെ ജീവിതത്തിന് ആപത്ത് സംഭവിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിലുള്ള തോമസിന്റെ ബസ്ബി ലോഡ്ജ് ഇന്നും അവിടെ തന്നെയുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊരു ലോഡ്ജോ പബ്ബോ ഒന്നും അല്ല. നിലവിൽ തോമസിന്റെ ലോഡ്ജിൽ പ്രവർത്തിക്കുന്നത് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. ജയ്പൂർ സ്പൈസ് എന്നാണ് ആ ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ പേര്. ആ റെസ്റ്റോറന്റിൽ ചെല്ലുന്ന ആളുകൾ ഇപ്പോഴും ചോദിക്കും തോമസ് ബസ്ബിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൊലയാളി കസേരയെ കുറിച്ചും. ഒരു കസേരയ്ക്ക് ഇത്രയും പേരുടെ ജീവൻ എടുക്കാൻ എങ്ങനെ പറ്റി? ഇത് യഥാർത്ഥത്തിൽ ശാപം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു കള്ളന്റെ ശാപത്തിന് ഇത്രയൊക്കെ പവർ ഉണ്ടോ? അതോ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണോ? അതായത് പല കോയിൻസിഡൻസുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു നാടോടി കഥ പോലെ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.